ഗൈസ്, നമ്മുടെ സ്റ്റേയിൽ വന്ന് നമ്മൾ രാവിലെ വന്നിട്ട് വേറെടുത്ത് കയറി ഫ്രഷപ്പായിട്ട് നമ്മൾ കറങ്ങാൻ ഫുൾ ട്രക്കിങ്ങിനൊക്കെ പോയത്. നമ്മുടെ സ്റ്റേക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത് 12 മണി സമയത്തായിരുന്നു. നമ്മൾ രാവിലെ ഇവിടെ വന്ന്, പക്ഷേ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം നമ്മളതിന് തിരിച്ച് പോയിട്ട് വേറെ അടുത്ത് നമ്മൾ ഫ്രഷപ്പായി പോയതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ റിസോർട്ടിൽ വന്ന് കാണിച്ചു തരാം, ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. ഇതായിരിക്കുന്നു തനിഷ്. പിന്നെ ഇവിടെ വൈബ് സ്ഥലമാണ്, ക്യാമ്പ് ഫയറിനുള്ള സ്ഥലം അവിടെ. ഗൈസ്, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ റിസോർട്ട്. ഫുള്ളുണ്ട ദൂരെ കണ്ട ഫുള്ള് മലയാണ്. ഇങ്ങോട്ടാണ് അവിടെ കാണിച്ചത്. ചുറ്റും മലയാണ്, ഫുള്ള് പുല്ലും ഫുള്ള് കൃഷികളാണ്. 4 സൈഡും മലയുടെ ഇടയ്ക്ക് റിസോർട്ട്. കൊള്ളാം, വൈബാണ്. സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ ഭയങ്കര നമ്മൾ വിചാരിക്കത്തില്ല ഇങ്ങനെ സാധനം കാണും. കൊള്ളാം, സൂപ്പർ. മനുഷ്യൻ്റെ അഭിപ്രായം എന്താണ്? നല്ല സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഫോട്ടോയ്ക്കകത്ത് കണ്ടതിൽ എന്തോ ചെറിയൊരു ഫോട്ടോയ്ക്കകത്ത് വലുതായിരുന്നു. ഇവിടെ വന്നപ്പോൾ ചെറുതായി പോയി. അതെന്ത് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വൈഡ് ആംഗിളിൽ എടുത്ത ഫോട്ടോയാന്ന് തോന്നുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഉറങ്ങട്ടെ, ക്ഷീണിച്ചിട്ട് വയ്യ. ഇന്നും ഒരു പരിപാടിയില്ല, നമ്മൾ ഉറങ്ങാൻ പോവാണ്. ആവികളിൽ എന്ത് ചെയ്യാൻ ഉറങ്ങാൻ പോകുന്നു. ആവികളിനെ ഇപ്പം ചായയും, ഞാനിപ്പം ചായയും, ധനിച്ചിപ്പം ചായയും. ഇന്ന് കിടന്ന് അറമാഴ്ചേൻ്റെ ഭയങ്കര ക്ഷീണം. ഉറങ്ങാൻ പോവാം. ഇനി വ്ളോഗ് രാത്രിയുടെ പരിപാടിയാണ്, ഞാൻ വ്ളോഗ് എടുക്കാം. ഗൈസ്, നമ്മൾ ഇപ്പം രാത്രി നമ്മൾ സ്റ്റേ ചെയ്ത് ഫുഡ് കഴിക്കാൻ പോവാം. നമുക്കും ഇവിടെ സ്റ്റേ ഇല്ലെന്ന്, ഗ്യാസിൻ്റെ ഇഷ്യൂ കൊണ്ട് ഇവിടെ സ്റ്റേ ഇല്ലെന്ന്, ഇവിടെ ഫുഡില്ല. അപ്പം നമ്മളിനി ആ ഹോട്ടലിൽ പോയി കഴിക്കാൻ പോകാം. ഉച്ചയ്ക്ക് കഴിച്ച അവിടുന്ന് തന്നെ വൈകിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാം. ഗായ്സ്, നമ്മളിപ്പം ലഞ്ച് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോറി, ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗായ്സ്. നമുക്ക് ഉള്ളത് ചിക്കൻ 65, ഞാനായിട്ട് പൊറോട്ട 2 ചപ്പാത്തി എടുത്ത്, പിന്നെ ഗ്രേവി. ഗായ്സ്, ലഞ്ച് ചെയ്യാൻ വന്നിരിക്കുക. ചില അബദ്ധങ്ങൾ എന്റെ നാക്കിന് പണ്ടേ ഉള്ളതാണ് ഗൈസ്. അതെ ഗൈസ്, എല്ലാരും ഉണ്ട് ഗൈസ്. നോക്കൂ, എല്ലാരും കഴിക്കും. നമ്മുടെ ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് നമ്മുടെ സ്പോട്ടിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളിനി പൂളിൽ ഇറങ്ങാനുള്ള പ്ലാനാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി, നമ്മുടെ റിസോർട്ട്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നു. ഇനി നമ്മൾ പൂളിൻ്റെ കൂടെ പാക്കേജ് എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ തണുപ്പാണ്, പിന്നെ ഇറങ്ങണ്ടെന്ന് വെച്ചാൽ പിന്നെ പൈസ അടച്ചാൽ പിന്നെ അത് വെറുതെ ആവും. അപ്പോൾ നമ്മൾ ഈ പൂളി ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. ഇത് തണുത്ത് വിറയ്ക്കും. നമ്മൾ പൂളി ഇറങ്ങാൻ പോവാം. പൂള് ഭവ്യ, ആൽബിൻ, ജ്യോതിക, തനുഷ് എല്ലാരും ഉണ്ട്. ഞാൻ മീനാന്ന് തോന്നുന്നു. ആരെ നോക്കി ഗായ്സ്, ഇതാ നോക്കൂ, ആരാണ്? അശ്വതി, ജ്യോതിക, ആൽബിൻ. ഞാൻ മിഥുൻ. നിങ്ങൾക്കറിയാം നമ്മൾ ഇപ്പോൾ പൂളിൽ ഇറങ്ങാൻ പോവുകയാണ്. നോക്കൂ, അതാണ് പൂൾ. എനിക്കറിയാൻ പാടില്ല എത്ര രീതി മൂത്രം വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാ. ക്ലീൻ ആവും കേട്ടോ. അത് സാധനം വെച്ചിട്ടുണ്ട്, അത് ഫിൽറ്റർ ചെയ്യുക. കഴിച്ച് നോക്കൂ. ജ്യോതിക ഭവ്യ കാണിച്ചു, ബണ്ണിയെ കാണിച്ചോളൂ. ബണ്ണി ഇറങ്ങുന്നുണ്ടോ? ബണ്ണി പൂടി ഇറങ്ങുന്നുണ്ടോ? ഇല്ല. ധനുഷ് ഇറങ്ങുന്നുണ്ട്. ധനുഷ് ഇവിടെ ധനുഷ് ചാടും. മതി ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവാ ഗൈസ്. ഞാൻ നോക്കിയോ, നമ്മൾ ഇന്നൊരു പൊളി ഇതിനിങ്ങനെ വന്ന് നല്ല സുഖം. കശത്തൂടെ വെള്ളം പോകും ഇങ്ങോട്ടോ. ഇവിടെ സൂപ്പറാണ് ഗൈസ്. നമ്മൾ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. നല്ല തണുപ്പുണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ വലിയ തണുപ്പൊന്നുമില്ല. പൂളിന് ആഴം ഉണ്ടെന്ന് വിചാരിച്ചു, ആഴമില്ല. 10 അടി ആഴമുള്ളതിനകത്തൊക്കെ ഞാൻ നീന്തുന്നത്. ഇതെനിക്ക് തൂക്കി പിടിക്കാനേ ഉള്ളൂ.
പക്ഷെ ചെറുതായിട്ട് തണുക്കുന്നു. തണുപ്പടിക്കുന്നു കേട്ടോ. മേളി പൊങ്ങിയിരുന്ന തണുക്കും, താഴെ ഇരുന്ന തണുക്കത്തില്ല. പക്ഷെ കൊള്ളാം. ധനുഷ് ചാടു. ധനുഷിനെ തെള്ളിയിടുവോ? കഴിയുമ്പോ മോനെ ചാട്. തണുത്തിട്ട് താഴ വെള്ളത്തിൽ കയറിയപ്പം നമ്മുടെ ധനുശാളിയെ ഇളകിയിട്ടുണ്ട്. നീന്തൽ പഠിപ്പിക്കാം ഈ തണുപ്പത്ത്. ധനുഷ് മുങ്ങിപ്പോയി ഗൈസ്. വെള്ളം കൂടുതലാ, മുങ്ങിപ്പോയി. എടാ ഒന്ന് വെള്ളം കുറച്ചൊന്ന് കുഞ്ഞിരുന്ന് കാണിയറാ. വീഡിയോയിലുണ്ട്. എനിക്ക് തല നനയ്ക്കൊരു പേടി, എന്റെ മുടി പിഴിഞ്ഞു പോയല്ലോ. ബ്ലീച്ചിങ് പൗഡർ ആണെന്ന് തോന്നുന്നു. നല്ല ബ്ലീച്ചിങ്ങിന്റെ മണമുണ്ട്. അത് മതി മോളെ. ഗൈസ് ഇതാണ് ഗൈസ് ഈ പൂളിലെ ഫിൽറ്റർ. ഇതിന്ന് ഇങ്ങനെ രണ്ട് പൈപ്പിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇടിച്ചിങ്ങനെ വെള്ളോട്ട് ഫിൽറ്റർ ചെയ്ത് വെള്ളോട്ട് പുറത്തുള്ളുവാ. ഞാൻ ഇവിടുത്തെ മൂട്ടി വന്നിരിക്കുക. ദേഹത്ത് അത് കൊള്ളുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ നല്ല ക്ലോറിൻ, നല്ല സുഖം. നമുക്ക് ഇതിലുണ്ട്, നമ്മുടെ ഇവിടം വരെ ഉള്ള വെള്ളം. നമ്മൾ പിന്നെ ഇവിടെ കുത്തിയിരിക്കും. പക്ഷെ നല്ല സുഖമുണ്ട് ഗൈസ്. അത് നോക്കൂ. ധനുഷ് മുങ്ങാങ്കുഴി ഇരുന്നു. പോട്ടെ, നീന്തട്ടെ. ഞാൻ നീന്തി ഇപ്പൊ ആത്മിന്റെ പൊങ്ങത്തുള്ളൂ. ധനുഷ് പറയുന്നത് നമ്മുടെ ആൽബിന്റെ അടുത്തേ പൊങ്ങത്തുള്ളന്നാ. നീ അവിടെ കാണുന്നില്ല. അപ്പൊ ഈ തൊങ്ങ് നോക്കാം ധനുഷ് പൊങ്ങുന്നുണ്ടോന്ന്. ആ ധനുഷ് ധനുഷ് പറഞ്ഞ അവന്റെ കാര്യങ്ങൾ സത്യം പറഞ്ഞത്. ആൽബിന്റെ അടുത്തേ അവൻ പൊങ്ങിയുള്ളൂ അല്ലേ? അതെ അതെ, എല്ലാരും കണ്ടതാണ്. ഈ വെള്ളത്തിൽ കൂടെ അതിശയം നടന്നുള്ളത് കാര്യം ചെറുക്കെ നടക്കുന്ന പോലെ അവൻ നടക്കുന്നത് ധനുഷ്.